അല്ല മത്സരിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഞാൻ മാറ്റപ്പെട്ടത്. അത് പറയുന്നത് ശരിയല്ല. ഞാൻ KPCCന്റെ പ്രസിഡന്റാണ്. ഇവിടെ പ്രസിഡന്റായിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് അല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. എത്ര വ്യത്യാസമുണ്ട്? അത് രണ്ടും കമ്പയർ ചെയ്യുന്നതിനകത്ത് യുക്തിയില്ല. തീർച്ചയായിട്ടും അത് കേസി അല്ല, വേലായുധന ബാധകമല്ല. അത് കേസ് മത്സരിച്ചതുകൊണ്ട് ഞാനിപ്പം 2 സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല. എനിക്കിവിടെ കേരളത്തിൽ മൊത്തം കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം നിരീക്ഷിക്കേണ്ടിയും തിരുത്തേണ്ടിയും ഒരാളാണ് ഞാൻ. എല്ലാം ഒന്നല്ല, എന്റെ ഒരു പോസ്റ്റല്ല, വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ആണ്. അല്ല, അത് മുഴുവൻ നോക്കുന്ന കൂട്ടത്തിലേ നോക്കണ്ടു കേരളത്തിൽ. അതൊരു ചെറിയ ഘടകമാണ് കമ്പയർ വിത്ത് ഓൾ ഇന്ത്യ ലെവൽ. അത് മതി. എനിക്കത് വലിയ വേടനാണ്. എനിക്ക് 20 സീറ്റ് നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വേടനാണ്. അപ്പൊ എനിക്കതിന് സമയം വേണ്ടേ? ആ സമയം കിട്ടാൻ വേണ്ടിയാണ് എന്നെ തൽക്കാലത്തേക്ക്. അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാനെന്ന് എല്ലാവർക്കും അറിയാം. ഈ പാർട്ടിയിലെ ആൾക്കെങ്കിലും അറിയാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. തൃപ്തികരമാണ്. ചോദ്യം ചെയ്യപ്പെടാൻ അത് മാത്രമേ ഉള്ളൂ. സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ലത്തീഫിന്റെ കാര്യമെടുത്താൽ, പ്രസിഡന്റ് ലത്തീഫിന്റെ കാര്യമെടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയെന്നുള്ള വിമർശനം നിൽക്കുന്നുണ്ട് അടൂർ പ്രകാശിനെതിരെ. അതെ, ആ പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതി പരിശോധിക്കും. എങ്ങനെ? ഒരു ഉപാധിയുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഈ പാർട്ടി ചെയ്യാം. സംഘടനാ ലെവലിൽ അതിനൊരു മുൻകൂട്ടിയുള്ള ഒരു ഉത്തരവോ തീരുമാനമോ ഒന്നും വേണ്ട. അങ്ങനെ ഒരു തീരുമാനത്തിൽ ചർച്ച ഇവിടെ നടന്നിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഇനി ഒരു 5 മാസം അല്ല 6 മാസം കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തോന്നുന്നു സുധാകരനെ ഒന്ന് മാറ്റി മറ്റൊരു തരത്തിലേക്ക് ആക്കാം. ദേ ക്യാൻ ഡു ഇറ്റ്. അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഭരണഘടന അങ്ങനെയാണ്. 100%. അല്ല, അപ്പൊ അതിന് കഴിയുമ്പോൾ ജൂൺ 4 കഴിയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് എടുക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ MP സ്ഥാനവും KPCC അധ്യക്ഷ സ്ഥാനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പോ ഈ വിജയിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും? വിജയിച്ചു കഴിഞ്ഞാൽ പരിശോധിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. പക്ഷേ ചർച്ച ചെയ്തൊരു തീരുമാനം നമ്മൾ എടുക്കും. എന്തേ ഇത്രയും വിശ്വാസം ഉണ്ടായിട്ടും എന്തിനാണ് ഈ പറയുന്ന ഒരു 10 ദിവസം കൂടി എല്ലാവരും ഇങ്ങനെ ഒരു അഭ്യൂഹമൊക്കെ നിർത്തിയത്? ഏത് അഭ്യൂഹം? ഞാൻ അഭ്യൂഹമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയവരോട് പോയി ചോദിക്കും, ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഒരു അലസ്യത്വം ഞാൻ ഉണ്ടാക്കി. ഞാനത് ഉണ്ടാക്കിയ അലസ്യത്വം പറ. അതാ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല. ഇല്ല, ഇപ്പോ നടക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങിക്കൊടുക്കാതെ വരും എന്നുള്ളത്? അത് അവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? അവരുടെ മനസ്സിൽ എനിക്ക് പറയാൻ കഴിയാ. ഞാൻ ഓടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവില്ല. ഞാനിപ്പോ കാറിലല്ലേ വന്നത്, അല്ലേ? അത് കസേരയോട് ചോദിച്ചാൽ പറയാൻ പറ്റുമെന്നത് പറയാമായിരിക്കും. പ്രസിഡന്റ് ഇരുന്ന ദിക്കിൽ നിന്ന് ഹസൻജി മാറ്റി കസേരയൊക്കെ മാറ്റി ഒരു സ്ഥാനചലനം കസേരയ്ക്ക് വരെ ഉണ്ടായിരുന്നു. അത് ഓരോരാളുടെ താല്പര്യം. 2 ദിവസം താമസിക്കുന്നെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരം എന്തെന്നാ പറയാന് വാസ്തു നോക്കിയിട്ടൊക്കെ ആളുകൾ എടുക്കും. ഞാൻ വരുന്നതിന് മുമ്പ് ഇതിങ്ങനെ തന്നെയായിരുന്നു. ഞാനാണത് മാറ്റിയത്. എനിക്ക് തോന്നി മറ്റേതാ ശരിയെന്ന് പറഞ്ഞ് മനസ്സിലായി. മുല്ലപ്പള്ളി അല്ല അസഹ തോന്നി ഇതാ ശരിയെന്ന്. ഇപ്പൊ എനിക്ക് തോന്നി മറ്റേതാ ശരിയെന്ന്. അതൊന്ന് മാറ്റും.